നമസ്കാരം, പി എസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD എക്സാമിന് എത്തിക്കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പുതുക്കിയ LD സിലബസ് പ്രകാരമുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് ദേവസ്വം ബോർഡ് LD എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്കാണ്. ഇവിടെ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ ഏറ്റവും പ്രാചീനമായ ചരിത്രത്തിനെ പറ്റിയാണ്. നമുക്ക് നോക്കാം കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തിലേക്ക്. ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതിയാണ് മൂഷിക വംശം. എന്താ സുഹൃത്തുക്കളെ? ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി ഏതെന്ന് ചോദിച്ചാൽ അതാണ് മൂഷിക വംശം. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിക്കും. അതായത് കേരളപ്പഴമ എഴുതിയതാരെന്ന് ചോദിക്കും, അത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഇനി ഹെർമൻ ഗുണ്ടർട്ടിന്റെ താഴെ പറയുന്ന പുസ്തകം ഏത് എന്ന് ചോദിക്കും, അതാരാണ്? കേരളപ്പഴമയാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും PSC ചോദിച്ചിട്ടുണ്ട്. കാളിദാസന്റെ ഏതു കൃതിയിലാണ് കേരളത്തെ കുറിച്ചുള്ള മനോഹരമായ വിവരണമുള്ളത്, അല്ലെങ്കിൽ കേരളത്തെ കുറിച്ചുള്ള വിവരണമുള്ളതെന്ന് സുഹൃത്തുക്കൾ പഠിച്ചാൽ മതി. ഉത്തരം എന്താണ്? രഘുവംശം. കാളിദാസന്റെ ഏത് കൃതിയിലാണ് കേരളത്തെ കുറിച്ചുള്ള മനോഹരമായ വിവരണമുള്ളതെന്ന് ചോദിച്ചാൽ രഘുവംശമാണ്. അപ്പോൾ രഘുവംശം എഴുതിയതാരാണ് സുഹൃത്തുക്കളെ? അത് കാളിദാസനാണ്. പ്രാചീന കാലത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനുള്ള വലിയ മൺഭരണികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് നന്നങ്ങാടികൾ. പ്രാചീന കാലത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ മൺഭരണികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് നന്നങ്ങാടികൾ. നന്നങ്ങാടികൾ ധാരാളമായി കണ്ടെത്തിയിരിക്കുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏങ്ങണ്ടിയൂർ. മറക്കല്ലേ, നന്നങ്ങാടികൾ ധാരാളമായി കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ പ്രദേശം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏങ്ങണ്ടിയൂരാണ്. എവിടെയാണ് സുഹൃത്തുക്കളെ നന്നങ്ങാടികൾ കാണപ്പെടുന്നത്? ഏങ്ങണ്ടിയൂർ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള ശിലായുഗ ഗുഹ ഏതെന്ന് ചോദിച്ചാൽ അതാണ് എടക്കൽ ഗുഹ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ള ശിലായുഗ ഗുഹ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എടക്കൽ ഗുഹ. ഒന്നുകൂടി പറയാം, വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ള ശിലായുഗ ഗുഹകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് എടക്കൽ ഗുഹയാണ്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്പുകുത്തി മല. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര എന്ന് ചോദിച്ചാൽ അമ്പുകുത്തി മലയും, അതുപോലെ തന്നെ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. ഇനി മറക്കരുത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ശാസനങ്ങളെ പറ്റിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ശാസനങ്ങൾ ഏതൊക്കെയാണെന്ന്. കേരളത്തിലെ കണ്ടെത്തിയിട്ടുള്ള ശാസനങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ് വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം. മറക്കല്ലേ, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക സുഹൃത്തുക്കൾ. ഈ മേഖല അല്പം ടഫാണ്, എന്നാലും നമുക്ക് പഠിച്ചെടുക്കാം. നമുക്ക് കോഡിലൂടെ പഠിക്കാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാം. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ശാസനങ്ങൾ എല്ലാം എഴുതി വെച്ചിട്ടുള്ള എങ്ങനെയാണ് സുഹൃത്തുക്കളെ? വട്ടത്തിലാണ്, വട്ടെഴുത്ത് ലിപിയിലാണ്. മറക്കരുത്. നമുക്ക് ആദ്യത്തെ ശാസനത്തിലേക്ക് പോകാം. വാഴപ്പള്ളി ശാസനം. എന്താ ശാസനത്തിന്റെ പേര്? വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖരവർമ്മനാണ്. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച വ്യക്തി ആരാണ്? രാജശേഖരവർമ്മനാണ്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖ എന്നറിയപ്പെടുന്നത് വാഴപ്പള്ളി ശാസനമാണ്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖ എന്നറിയപ്പെടുന്നത് വാഴപ്പള്ളി ശാസനം. കേരളത്തിന് റോമുമായുള്ള ബന്ധത്തെ പറ്റി പരാമർശിക്കുന്ന ശാസനം ഏന്ന് ചോദിച്ചാലും വാഴപ്പള്ളി ശാസനമാണ്. കേരളത്തിന് ആരുമായിട്ടുള്ള ബന്ധമാണ്? റോമുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന ശാസനം ഏന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാഴപ്പള്ളി ശാസനമാണ്. നമശിവായ എന്ന വന്ദനവാക്യത്തോടെ ആരംഭിക്കുന്ന ശാസനം വാഴപ്പള്ളി ശാസനം. ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമശിവായ എന്ന വന്ദനവാക്യത്തോടെ ആരംഭിക്കുന്ന ശാസനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാഴപ്പള്ളി ശാസനമാണ്. സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. വാഴപ്പള്ളി ശാസനത്തിൽ പരമേശ്വര ഭട്ടാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് രാജശേഖരവർമ്മനെയാണ്. അപ്പോൾ വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖരവർമ്മനാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ വാഴപ്പള്ളി ശാസനത്തിനകത്ത് പരമേശ്വര ഭട്ടാകാരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് രാജശേഖരവർമ്മനാണ്. മറക്കരുത്. ഡിഗ്രി ലെവൽ ചില ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തിയത്. മറ്റെല്ലാ ശാസനങ്ങളും ആരംഭിക്കുന്നത് സ്വസ്തിശ്രീ എന്ന വന്ദനവാക്യത്തോടെയാണ്. മറ്റു ശാസനങ്ങളെല്ലാം ആരംഭിക്കുന്നത്
സ്വസ്തിശ്രീ എന്നുള്ള വന്ദന വാക്യത്തോടെയാണ് എങ്കിൽ വാഴപ്പള്ളി ശാസനം മാത്രമാണ് നമശിവായ എന്ന വന്ദന വാക്യത്തോടു കൂടി ആരംഭിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോയിന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേരളവും റോമുമായിട്ടുള്ള ബന്ധം പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? വാഴപ്പള്ളി ശാസനത്തിലാണെന്ന്. അവിടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് റോമൻ നാണയമായ ദിനാറയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഏറ്റവും പുരാതനമായ ലിഖിതം എന്നറിയപ്പെടുന്നത് വാഴപ്പള്ളി ശാസനമാണ്. അപ്പൊ അതിന് പഠിക്കേണ്ട കാര്യമില്ല. മലയാള ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ശാസനം വാഴപ്പള്ളി ശാസനം. മലയാള ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ശാസനം എന്നറിയപ്പെടുന്നത് വാഴപ്പള്ളി ശാസനമാണ്. കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ചോദിച്ചാൽ അത് വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് ചോദിച്ചാൽ അത് വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം ഭാഷയായിരുന്നു. നമ്മുടെ ശാസനങ്ങളെല്ലാം വട്ടത്തിൽ, മലയാളത്തിൽ എങ്ങനെ വട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ത് ചെയ്യുക? ഓർത്തു വെച്ചിരിക്കുക. രണ്ടാമത്തെ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം എഴുതിയ വ്യക്തിയാണ് അയ്യനടികൾ തിരുവടികൾ. മറക്കരുത്, തരിസാപ്പള്ളി ശാസനം എഴുതിയ വ്യക്തി ആരാണ്? അയ്യനടികൾ തിരുവടികൾ. തരിസാപ്പള്ളി ശാസനം എഴുതിയ വ്യക്തി ആരാണ് സുഹൃത്തുക്കളെ? അയ്യനടികൾ തിരുവടികളാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ശാസനം ചോദിച്ചാൽ തരിസാപ്പള്ളി ശാസനം. കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി ആദ്യമായി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? നമ്മുടെ തരിസാപ്പള്ളി ശാസനമാണ്. കേരളത്തിലെ നാടുവാഴികളെ കുറിച്ചുള്ള ആദ്യ പരാമർശമുള്ള ശാസനം തരിസാപ്പള്ളി ശാസനം. കേരളത്തിലെ നാടുവാഴികളെ കുറിച്ചുള്ള ആദ്യ പരാമർശം കാണപ്പെടുന്ന ശാസനം എന്ന് ചോദിച്ചാൽ അത് തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിക്കുമ്പോൾ കുലശേഖര രാജാവ് സ്ഥാണു രവിവർമ്മയാണ്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിക്കുമ്പോഴുള്ള കുലശേഖര രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അത് സ്ഥാണു രവിവർമ്മനാണ്. പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് സുഹൃത്തുക്കൾ പഠിക്കുക. കൃത്യമായി തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനം ചോദിച്ചാൽ അത് തരിസാപ്പള്ളി ശാസനമാണ്. കൃത്യമായ തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തരിസാപ്പള്ളി ശാസനമാണ്. തരിസാപ്പള്ളി ശാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലാണ്. തരിസാപ്പള്ളി ശാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാ സുഹൃത്തുക്കളെ? കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലാണ്. തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിറിയൻ ക്രിസ്ത്യാനി നേതാവ് ആര് എന്ന് ചോദിച്ചാൽ മാർ സാപ്പിർ ഈസോയാണ്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന പേരാണ് മാർ സാപ്പിർ ഈസോ. അപ്പോ ആ പേരൊന്ന് പഠിച്ചു വെച്ചിരിക്കുക സുഹൃത്തുക്കള്. തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിറിയൻ ക്രിസ്ത്യാനി നേതാവ് ആരെന്ന് ചോദിച്ചാൽ മാർ സാപ്പിർ ഈസോയാണ്. അടുത്തതായി നമ്മൾ പഠിക്കാനുള്ളതാണ് മാമ്പള്ളി ശാസനം. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശ്രീ വല്ലഭൻ കോത. ആരാണ്? മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാടെ? ശ്രീ വല്ലഭൻ കോതയാണ്. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും ഇത് എങ്ങനെ പഠിച്ചെടുക്കാമെന്നുള്ളത്. നമുക്ക് ഈസി കോഡ് ഉണ്ട് സുഹൃത്തുക്കൾ, ഒരു ടെൻഷനും അടിക്കണ്ട. ഈസി ആയിട്ട് എക്സാം ഹാളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് ശാസനം ചോദിച്ചാലും ഉത്തരം ലഭിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാ സുഹൃത്തുക്കളെ? ശ്രീ വല്ലഭൻ കോതയാണ്. കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാമ്പള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാമ്പള്ളി ശാസനമാണ്. പാലിയം ശാസനം പുറപ്പെടുവിച്ചത് വിക്രമാദിത്യ വരഗുണൻ. പാലിയം ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? വിക്രമാദിത്യ വരഗുണനാണ്. ഒന്നുകൂടെ പറയുവാണ്, പാലിയം ശാസനം പുറപ്പെടുവിച്ചത് ആരാ സുഹൃത്തുക്കളെ? വിക്രമാദിത്യ വരഗുണനാണ്. ശ്രീമൂലവാസത്തെ ബുദ്ധക്ഷേത്രത്തിനു വേണ്ടി ഭൂമിദാനം ചെയ്തതായി പരാമർശിക്കുന്ന ശാസനം മാമ്പള്ളി ശാസനം. ശ്രീമൂലവാസത്തെ ബുദ്ധക്ഷേത്രത്തിനു വേണ്ടി ഭൂമിദാനം ചെയ്യുന്നതിനായി പരാമർശിച്ചിരിക്കുന്ന ശാസനം എന്ന് ചോദിച്ചാൽ മാമ്പള്ളി ശാസനം. ഇനി ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതോ എന്തിനോ വേണ്ടി ഒരു ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്? ദാനം ചെയ്തിട്ടുണ്ട്. ആ ഭൂമി ദാനം ചെയ്തിരിക്കുന്ന ശാസനം ഏതാ സുഹൃത്തുക്കളെ? മാമ്പള്ളി ശാസനമാണ്. ഭൂമിദാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ശാസനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മാമ്പള്ളി ശാസനമാണ്. അടുത്തതാണ് ജൂതശാസനം. ജൂതശാസനം പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മ. ജൂതശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? ഭാസ്കര രവിവർമ്മയാണ്. AD 1000 ആണ്ടിൽ ഭാസ്കര രവിവർമ്മ ഒന്നാമന്റെ കാലത്ത് തയ്യാറാക്കപ്പെട്ട ശാസനമാണ് ജൂതശാസനം. അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. AD 1000 ആണ്ടിൽ ഭാസ്കര രവിവർമ്മൻ ഒന്നാമന്റെ കാലത്ത് തയ്യാറാക്കപ്പെട്ട ശാസനമാണ് ജൂതശാസനം. ജൂതശാസനത്തിൽ ഏത് പേരിലാണ് മുസിരിസ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതാണ്
മുയിരിക്കോട് എന്ത് പേരാ സുഹൃത്തുക്കളെ? മുയിരിക്കോട് എന്ന പേരിൽ ജൂതശാസ്ത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് മുസിരിസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കൊടുങ്ങല്ലൂര്. ഒന്നുകൂടി പറയാം, ജൂതശാസനത്തിൽ മുസിരിസ് അറിയപ്പെട്ടിരുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ അത് മുയിരിക്കോട് എന്നാണ്. മുസിരിസിന്റെ ഇപ്പോഴത്തെ പേരെന്താ സുഹൃത്തുക്കളെ? നമ്മുടെ കൊടുങ്ങല്ലൂര്. മണലിക്കര ശാസനം കൊണ്ടുവന്ന വ്യക്തി രവി കേരളവർമ്മനാണ്. മണലിക്കര ശാസനം കൊണ്ടുവന്ന വ്യക്തി ആരാണ്? രവി കേരളവർമ്മനാണ്. തിരുവതി ശാസനം വീരരാമവർമ്മ. തിരുവതി ശാസനം കൊണ്ടുവന്ന വ്യക്തി ആരാണ്? വീരരാമവർമ്മയാണ്. ചോക്കൂർ ശാസനം കൊണ്ടുവന്നത് ഗോദ രവിവർമ്മയാണ്. ചോക്കൂർ ശാസനം കൊണ്ടുവന്നത് ആരാണ്? ഗോദ രവിവർമ്മയാണ്. ഹജൂർ ശാസനം കൊണ്ടുവന്നത് കരുനന്തടക്കനാണ്. ഹജൂർ ശാസനം കൊണ്ടുവന്ന ആരാ സുഹൃത്തുക്കളെ? കരുനന്തടക്കനാണ്. ഒന്നുകൂടി പറയുവാണ്, ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൂടുതലൊന്നും കൊടുക്കാനില്ല. ആരാണ് കൊണ്ടുവന്നത്, ഏതാണ് ശാസനം എന്ന് മാത്രം സുഹൃത്തുക്കൾ പഠിച്ചാൽ മതി. അതിന്റെ അപ്പുറം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. മണലിക്കര ശാസനം കൊണ്ടുവന്നത് രവി കേരളവർമ്മനാണ്. തിരുവതി ശാസനം കൊണ്ടുവന്നത് വീരരാമവർമ്മയാണ്. ചോക്കൂർ ശാസനം കൊണ്ടുവന്നത് ഗോദ രവിവർമ്മയാണ്. ഹജൂർ ശാസനം കൊണ്ടുവന്നത് കരുനന്തടക്കനാണ്. എങ്ങനെ പഠിക്കുമെന്ന് ആലോചിച്ച് സുഹൃത്തുക്കൾ ബുദ്ധിമുട്ടണ്ട, നമുക്ക് കോഡിലൂടെ ഇവന്മാരെ മൊത്തവും നമ്മൾ പഠിക്കും. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ചോളന്മാരുടെ കേരള ആക്രമണത്തെ കുറിച്ച് വിവരിക്കുന്ന ശാസനം തിരുവിലങ്ങാട് ശാസനം. ചോളന്മാരുടെ കേരള ആക്രമണത്തെ കുറിച്ച് വിവരിക്കുന്ന ശാസനം ചോദിച്ചു കഴിഞ്ഞാല് അത് തിരുവിലങ്ങാട് ശാസനമാണ്. ചോളന്മാരുടെ കേരള ആക്രമണത്തെ കുറിച്ച് വിവരിക്കുന്ന ശാസനം ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിലങ്ങാട് ശാസനം. മണിമേഖല രചിച്ചത് സാത്തനാറാണ്. മണിമേഖല രചിച്ചത് ആരാ സുഹൃത്തുക്കളെ? സാത്തനാറാണ്. ചാത്തനാണ് എന്ത് ചെയ്തത്? മണിമേഖല രചിച്ചതെന്നങ്ങ് പഠിച്ചു വെക്കുക ഈസി ആയിട്ട്. മണിമേഖല രചിച്ചത് ആരാണ്? സാത്തനാറാണ്. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികളാണ്. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് ഇതൊക്കെ. സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. സംഘകാല കൃതിയായ പതിറ്റുപത്ത് രചിച്ചത് കപിലറാണ്. സംഘകാല കൃതിയായ പതിറ്റുപത്ത് രചിച്ചത് ആരാണ്? കപിലറാണ്. ആരാണ്? കപിലറാണ്. തൊൽക്കാപ്പിയം രചിച്ചത് തൊൽക്കാപ്പിയറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. തൊൽക്കാപ്പിയം രചിച്ചത് ആരാണ്? തൊൽക്കാപ്പിയറാണ്. പേര് തന്നെ ഉണ്ട് എഴുതിയ ആളുടെ പേരും. കേരളത്തെ പറ്റി പരാമർശമുള്ള സംഘകാല കൃതി എന്ന് ചോദിച്ചാൽ അത് പതിറ്റുപത്താണ്. കേരളത്തെ പറ്റി പരാമർശമുള്ള സംഘകാല കൃതി എന്ന് ചോദിച്ചാൽ അത് പതിറ്റുപത്താണ്. ഓണത്തെ കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. ഓണത്തെ പറ്റിയുള്ള പരാമർശമുള്ള സംഘകാല കൃതി എന്ന് ചോദിച്ചാൽ അത് മധുരൈ കാഞ്ചിയാണ്. ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പോയിന്റ് ആണ് ഈ പറഞ്ഞത്. കേരളത്തെ പറ്റിയുള്ള പരാമർശം ചോദിച്ചാലും ഓണത്തെ കുറിച്ചുള്ള പരാമർശം ചോദിച്ചാലും PSC ഇത് രണ്ടും ഓപ്ഷനിൽ കൊടുത്തിരിക്കും. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ പഠിക്കുക. ഓണത്തിനല്ലേ സുഹൃത്തുക്കളെ നമ്മൾ പ്രധാനമായിട്ടും പായസം വെക്കുന്നത്? പായസത്തിന് എന്താ രുചി? മധുരമാണ്. അപ്പോ ഓണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണ്? മധുരൈ കാഞ്ചിയാണ്. ആരാണ്? മധുരൈ കാഞ്ചിയാണ്. അപ്പൊ ഓണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? മധുരം കഴിക്കുന്നു. അതുകൊണ്ട് മധുരൈ കാഞ്ചി. ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി എന്ന് ചോദിച്ചാൽ മധുരൈ കാഞ്ചിയും കേരളത്തെ പറ്റി പരാമർശിക്കുന്ന സംഘകാല കൃതി ചോദിച്ചാൽ എന്താണ്? പതിറ്റുപത്താണ്. എന്താണ്? പതിറ്റുപത്ത്. ബുദ്ധമത പ്രചാരണത്തെ കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതിയാണ് മണിമേഖല. ചോദിച്ചിട്ടുണ്ട് ബുദ്ധമത പ്രചാരണത്തെ കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതി എന്ന് ചോദിച്ചാൽ അതാണ് മണിമേഖല. സംഘകാല കൃതികളിൽ ഏറ്റവും പഴയതാണ് തൊൽക്കാപ്പിയം. തൊൽക്കാപ്പിയം എഴുതിയതാരാണ്? പേര് തന്നെ ഉണ്ട്, തൊൽക്കാപ്പിയർ. സംഘകാല കൃതികളിൽ ഏറ്റവും പഴയത് എന്നറിയപ്പെടുന്നത് ഏതാ സുഹൃത്തുക്കളെ? തൊൽക്കാപ്പിയം. തമിഴ് വ്യാകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി തൊൽക്കാപ്പിയം. തമിഴ് വ്യാകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ്? തൊൽക്കാപ്പിയമാണ്. തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതി ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പതികാരമാണ്. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖലയാണ്. തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരമാണ്. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖലയാണ്. തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചിലപ്പതികാരമാണ്. തമിഴ് ഇഡലിക്ക് എന്ത് സംഭവിച്ചു സുഹൃത്തുക്കളെ? ചിതല് പിടിച്ചു എന്നങ്ങ് പഠിക്കുക. അപ്പോ ഈസി ആയിട്ട് നമ്മുടെ മനസ്സിലിരിക്കും. തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പതികാരമാണ്. എന്താ നമ്മൾ കോഡ് പറഞ്ഞത്? തമിഴ് ഇഡലിക്ക് എന്ത് സംഭവിച്ചു? ചിതല് പിടിച്ചു. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖലയാണ്. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് ആരാണ്? മണിമേഖലയാണ്. ഇനി സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറലാണ്. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? തിരുക്കുറലാണ്. തിരുക്കുറൽ എഴുതിയ വ്യക്തി ആരാണ്? തിരുവള്ളുവരാണ്. തിരുക്കുറൽ എഴുതിയത് ആരാണ്? തിരുവള്ളുവരാണ്. അപ്പോൾ ഒന്നുകൂടി പറയുവാണ്,
തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരമാണ്. അത് പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? തമിഴ് ഇഡ്ഡലിക്ക് എന്ത് ചെയ്തു? ചിതല് പിടിച്ചു. തമിഴ് ഇഡ്ഡലിക്ക് ചിതല് പിടിച്ചു. തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരം. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖലയാണ്. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതി മണിമേഖലയാണ്. തമിഴിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറലാണ്. തമിഴിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറലാണ്. തിരുക്കുറൽ എഴുതിയതാരാണ്? തിരുവള്ളുവരാണ്. എങ്ങനെയാണ് ശാസനവും അത് പുറപ്പെടുവിച്ച വ്യക്തികളുടെ പേരും പഠിക്കാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കോഡേ ഉള്ളൂ. പ്രധാനപ്പെട്ട 9 ശാസനങ്ങളും ആ ശാസനങ്ങൾ പുറപ്പെടുവിച്ച വ്യക്തികളുടെ പേര് നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കോഡ് സുഹൃത്തുക്കൾ നോക്കുക. വാഴയിൽ രാജനും ജൂതനായ ഭാസ്കരനും ചോക്ക് കൊണ്ടുള്ള ഗോതയിൽ വെച്ച് വിക്രമന്റെ പാലിൽ മണൽ കലക്കിയത് രവി കണ്ടു. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കളെ? വാഴയിൽ രാജനും ജൂതനായ ഭാസ്കരനും ചോക്ക് കൊണ്ടുള്ള ഗോതയിൽ വെച്ച് വിക്രമന്റെ പാലിൽ മണൽ കലക്കിയത് രവി കണ്ടു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഡ്. നമുക്ക് കോഡിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. വാഴയിൽ രാജനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഴയിൽ എന്ന് പറഞ്ഞാൽ വാഴപ്പള്ളി ശാസനമാണ്. രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജശേഖര വർമ്മയാണ്. അവിടെ കിട്ടി നമുക്ക് വാഴയിൽ രാജനെ നമുക്ക് കിട്ടിയാൽ മതി. നമ്മൾ എക്സാം ഹോളിൽ ഉറപ്പായിട്ടും ആൻസറിലേക്ക് എത്തും. വാഴയിൽ രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചതാരാണ്? രാജശേഖരവർമ്മൻ. ജൂതനായ ഭാസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതശാസനം പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മൻ. ജൂതനായ ഭാസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതശാസനം പുറപ്പെടുവിച്ചതാരാണ്? ഭാസ്കര രവിവർമ്മൻ. ചോക്ക് കൊണ്ടുള്ള ഗോതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ച വ്യക്തി ആരാണ്? ഗോതയിൽ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഗോദ രവിവർമ്മ. ഡൗട്ടില്ലല്ലോ സുഹൃത്തുക്കൾക്ക്? ചോക്ക് കൊണ്ടുള്ള ഗോതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോക്കൂർ ശാസനം, ഗോതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദ രവിവർമ്മയാണ്. വിക്രമന്റെ പാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലിയം ശാസനം. പാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കൾ ഉദ്ദേശിക്കുന്നത്? പാലിയം ശാസനമാണ്. അതുപോലെ വിക്രമന്റെ പാൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. വിക്രമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമാദിത്യ വരഗുണൻ. ഡൗട്ട് ഒന്നും വേണ്ട, ഈസിയാണ്. പാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിയം ശാസനം, വിക്രമന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമാദിത്യ വരഗുണൻ. മണൽ കലക്കിയത് രവി കണ്ടു. ഇതിൽ നമുക്ക് മണലും രവിയും മാത്രം മതി. മണലിക്കര ശാസനം പുറപ്പെടുവിച്ച വ്യക്തി രവി കേരളവർമ്മൻ. സിമ്പിൾ ആണ്. മണൽ കലക്കിയത് രവി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മണലും രവിയും മാത്രം മതി. നമുക്ക് മണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണലിക്കര ശാസനം പുറപ്പെടുവിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രവിയാണ്. രവി ആരാണ്? രവി കേരള വർമ്മനാണ്. നമ്മുടെ രണ്ടാമത്തെ കോഡിലേക്ക് നമുക്ക് പോകാം. തിരുവീരനായ തരി അയ്യ വല്ലവന്റെയും മാമ്പഴം ഹാജർ എടുക്കുന്ന നന്ദനെ കാണിച്ചു. പഠിക്കാൻ ബുദ്ധിമുട്ടല്ലല്ലോ? തിരുവീരനായ തരി അയ്യ, അത് പഠിച്ചു വെക്കുക. തിരുവീരനായ തരി അയ്യ വല്ലവന്റെയും മാമ്പഴം ഹാജർ എടുക്കുന്ന നന്ദനെ കാണിച്ചു. സിമ്പിളായിട്ട് പഠിക്കാവുന്ന കോഡാണ്. ഒന്നുകൂടി പറയുവാണ്. തിരുവീരനായ തരി അയ്യ വല്ലവന്റെയും മാമ്പഴം ഹാജർ എടുക്കുന്ന നന്ദനെ കാണിച്ചു. തിരുവീരനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുവതി ശാസനം പുറപ്പെടുവിച്ചത് വീരരാമവർമ്മ. മറക്കരുത്. തിരുവീരനായത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുവതി ശാസനം. വീരനായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരവർമ്മനാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് തരി അയ്യ എന്ന് പറയുന്നത്. തരി അയ്യയിൽ തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരിസാപ്പള്ളി ശാസനമാണ്. അയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയ്യനടികൾ തിരുവടികളാണ്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച വ്യക്തി ആരാണ്? അയ്യനടികൾ തിരുവടികൾ. തരി അയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിസാപ്പള്ളി ശാസനം, അയ്യനടികൾ തിരുവടികൾ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണല്ലേ വല്ലവന്റെയും മാമ്പഴം. വല്ലവന്റെയും മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പള്ളി ശാസനം. മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ച വ്യക്തിയാണ്. വല്ലവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ വല്ലഭൻ കോത. ആരാണ്? വല്ലവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ സുഹൃത്തുക്കളെ? ശ്രീ വല്ലഭ കോതയാണ്. ഒന്നുകൂടി പറയാം. മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പള്ളി ശാസനം. വല്ലവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അത് ശ്രീ വല്ലഭ കോതയാണ്. ഹാജർ എടുക്കാൻ വന്ന നന്ദനെ, ഇതിൽ ഹാജറും നന്ദനും മാത്രം നമുക്ക് മതി. ഹാജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജൂർ ശാസനം. ഹാജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജൂർ ശാസനം. നന്ദനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനന്ദടക്കൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. നന്ദനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കരുനന്ദടക്കൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. നന്ദനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ്? കരുനന്ദടക്കനെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. കരുനന്ദടക്കൻ. നന്ദനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരുനന്ദടക്കൻ.
ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. തിരുവീരനായ തരി അയ്യ വല്ലവന്റെയും മാമ്പഴം ഹാജർ എടുക്കുന്ന നന്ദനെ കാണിച്ചു. തിരുവീരനായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവതി ശാസനം അത് പുറപ്പെടുവിച്ചത് വീര രാമവർമ്മയാണ്. തരി അയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരി പറയുന്നത് തരിസാപ്പള്ളി ശാസനം, അയ്യ എന്ന് പറഞ്ഞാൽ അയ്യനടികൾ തിരുവടികൾ. വല്ലവന്റെയും മാമ്പഴം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാമ്പഴം എന്ന് പറഞ്ഞാൽ മാമ്പള്ളി ശാസനവും വല്ലവന്റെ എന്ന് പറഞ്ഞാൽ ശ്രീ വല്ലഭക്കോത. ഹാജർ എടുക്കുന്ന നന്ദനെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജൂർ ശാസനം, നന്ദനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനന്തടക്കൻ. പ്രധാനപ്പെട്ട 9 എണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ശാസനങ്ങളും അതിനോടൊപ്പം തന്നെ അത് പുറപ്പെടുവിച്ച വ്യക്തികളെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ഭാഗം പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് തിണകളെ പറ്റി. ആദ്യത്തെ തിണയിലേക്ക് പോകാൻ പോവുകയാണ് കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പർവ്വത മേഖലാ പ്രദേശമാണ്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവന്മാര് പർവ്വതം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ്. കുറിഞ്ചി തിണയിലെ നിവാസികൾ അറിയപ്പെടുന്ന പേരാണ് കാനവറും അതുപോലെ വേടരും. കുറിഞ്ചി തിണയിലെ നിവാസികൾ അല്ലെങ്കിൽ കുറിഞ്ചി തിണയിൽ ജീവിക്കുന്ന വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനവരും അതുപോലെ വേടരുമാണ്. കാനവരുടെയും വേടരുടെയും പ്രധാനമായിട്ടുള്ള ആരാധനമൂർത്തി ആരാണ്? ചേയോനാണ്. ഒന്നുകൂടി പറയുവാണേ, കുറിഞ്ചി എന്ന് പറയുന്ന തിണ എന്ന് പറയുന്നത് പർവ്വത പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കുറിഞ്ചി തിണയിലെ നിവാസികളാണ് കാനവരും അതുപോലെ തന്നെ വേടരും. പ്രധാനമായ അവരുടെ ആരാധനമൂർത്തി ആരെന്ന് ചോദിച്ചാൽ അത് ചേയോനാണ്. ആരാ സുഹൃത്തുക്കളെ? ചേയോനാണ്. രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ട തിണയാണ് പാലൈ തിണ. ഏതാണ്? പാലൈ തിണ. പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ് പ്രദേശം, അതിൽ തന്നെ ഉണ്ടല്ലേ പാലൈ പാഴ് പ്രദേശം, പാലൈ പാഴ് പ്രദേശം, പാപ്പ. ഓക്കെ, കിട്ടിയേ? പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ് പ്രദേശം അല്ലെങ്കിൽ ഊശ്വര ഭൂമി എന്നൊക്കെ പറയും. അതായത് കൃഷിക്ക് ഉപയോഗമില്ലാത്ത പ്രദേശമാണ് പാലൈ എന്ന് പറയുന്ന തിണ. ഇവിടെ താമസിക്കുന്ന നിവാസികൾ അറിയപ്പെടുന്ന പേരാണ് മറവരും അതുപോലെ തന്നെ കള്ളരും. മറക്കരുത്, മറവരും കള്ളരും. എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏത് തിണയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലൈ തിണയുടെ ഭാഗമാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് മുല്ലൈ തിണ എന്ന് പറയുന്നത്. മുല്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽമേടുകളാൽ നിബിഡമായ പ്രദേശമാണ് മുല്ലൈ എന്ന് പറയുന്നത്. അപ്പൊ മുല്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽമേടുകളായി നിറഞ്ഞ പ്രദേശം. ഇവിടെയുള്ള നിവാസികളാണ് ഇടയരും അതുപോലെ തന്നെ ആയരും. ഇവിടെയുള്ള നിവാസികൾ അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? ഇടയരും അതുപോലെ തന്നെ ആയരുമാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ആരാധനമൂർത്തിയാണ് മായോൻ. ഇവരുടെ പ്രധാനപ്പെട്ട ആരാധനമൂർത്തി ആരാണ്? മായോൻ. ഒന്നുകൂടി മുല്ലൈ തിണ പറയാൻ പോവുകയാണ്. പുൽമേടുകൾ നിറഞ്ഞ പ്രദേശമാണ് മുല്ലൈ തിണ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായുള്ള നിവാസികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഇടയരും അതുപോലെ തന്നെ ആയരുമാണ്. ഇവരുടെ ആരാധനമൂർത്തിയാണ് മായോൻ. പാലൈ തിണയുടെ ആരാധനമൂർത്തി പറയാൻ വിട്ടുപോയി സുഹൃത്തുക്കൾ, പഠിച്ചു വെച്ചിരിക്കുക. കൊറ്റവൈയാണ്. പാലൈ തിണയിലെ ആരാധനമൂർത്തി ആരാണ്? കൊറ്റവൈയാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് മരുതം തിണ. മരുതം തിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃഷിഭൂമിയാണ്. നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഭൂമിയാണ് മരുതം തിണ എന്ന് പറയുന്നത്. ഇവിടുത്തെ നിവാസികൾ അറിയപ്പെടുന്ന പേരാണ് ഉഴവരും അതുപോലെ തന്നെയാണ് തൊഴുവരും. അപ്പോ കൃഷിഭൂമി എന്ത് ചെയ്യണോടെ? നന്നായിട്ട് ഉഴുതു മറിക്കണമല്ലേ? അപ്പൊ ഉഴവരും അതുപോലെ തന്നെ തൊഴുവരും എവിടെയാണ്? മരുതം തിണയിലാണ്. അപ്പൊ മരുതം തിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? ഇത് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്. ഇവിടെ കൃഷി കൂടുതലായി നടക്കുന്ന ഭൂപ്രദേശമാണ്. ഇവിടെയുള്ള നിവാസികൾ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന വ്യക്തികൾ അറിയപ്പെടുന്ന പേരാണ് ഉഴവരെന്നും അതുപോലെ തന്നെ തൊഴുവരെന്നും. ഇവരുടെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയാണ് വേന്തൻ. മരുതം തിണയുടെ ആരാധനാമൂർത്തി അറിയപ്പെടുന്ന പേരാണ് വേന്തൻ എന്നുള്ളത്. ഏറ്റവും അവസാനമായി നമുക്ക് പഠിക്കേണ്ട തിണയാണ് നെയ്ത്തൽ തിണ. ഏതാണ്? നെയ്ത്തൽ എന്ന് പറയുന്ന തിണ. ആ തിണയുടെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? ഇവൻ തീരപ്രദേശ മേഖലയാണ്. നെയ്തൽ തിണ വരുന്ന എവിടെയാണ്? തീരപ്രദേശ മേഖലയിലാണ്. ഇവിടുത്തെ നിവാസികൾ അറിയപ്പെടുന്ന പേരാണ് പരവതർ, ഉപ്പവർ, മീനവർ. ഉപ്പ് എവിടെ കാണോടെ? തീരപ്രദേശത്താണ്. മീൻ എവിടെയാണ്? തീരപ്രദേശത്താണ്. അതുപോലെ ഉപ്പിന്റെ പ്രത്യേകതയാണ് ഉപ്പ് എന്താണ്? പരൽ രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് പരവതരും എവിടെയാണ്? നെയ്തലിന്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, നെയ്തൽ തിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരപ്രദേശത്താണ്. ഇവിടെയുള്ള നിവാസികൾ അറിയപ്പെടുന്ന പേരാണ് പരവതർ, ഉപ്പവർ, മീനവർ എന്ന് പറയുന്നത്.
ഉപ്പ് എവിടെയാണ് കാണപ്പെടുന്നത്? തീരപ്രദേശത്ത് അല്ലെങ്കിൽ കടലിലാണ്. മീൻ എവിടെയാണ് കാണപ്പെടുന്നത്? കടലിലാണ്. അതുപോലെ ഉപ്പ് എന്തായിരിക്കും? പരൽ രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ പരവതരും ഉപ്പവരും മീനവരും എവിടെ സ്ഥിതി ചെയ്യുന്നു? തീരപ്രദേശമായിട്ടുള്ള നെയ്തലിൽ എന്ത് ചെയ്യുന്നു? സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായ ആരാധനാമൂർത്തി കടലോനാണ്. കടലിന്റെ ഭാഗമല്ലേടെ നെയ്തല്? അപ്പൊ പിന്നെ ആരാണ്? കടലോനാണ്. പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി ആരാ സുഹൃത്തുക്കളെ? കടലോനാണ്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടം അറിയപ്പെടുന്ന പേരായിരുന്നു ചരിത്രാതീത കാലഘട്ടം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ചരിത്രാതീത കാലഘട്ടം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ചരിത്രാതീത കാലഘട്ടം. ചരിത്രാതീത കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു. ചരിത്രാതീത കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഉപകരണങ്ങൾ ചോദിച്ചാൽ അത് കല്ലുകൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളായിരുന്നു. ചരിത്രാതീത കാലഘട്ടത്തെ കുറിച്ച് തെളിവ് നൽകിയ ഗുഹാചിത്രമാണ് ഭിംബേക്ക ഗുഹാചിത്രങ്ങൾ. എന്താണ്? ഭിംബേക്ക ഗുഹാചിത്രങ്ങളാണ് ചരിത്രാതീതമായ കാലത്തെ കുറിച്ചുള്ള തെളിവുകൾ നൽകിയത്. പഠിച്ചോളണേ, പ്രീവിയസ് ചോദ്യമാണ്. ചരിത്രാതീത കാലത്തെ കുറിച്ച് തെളിവ് നൽകിയ ഗുഹാചിത്രം എന്ന് ചോദിച്ചാൽ അത് ഭിംബേക്ക ഗുഹാചിത്രങ്ങളായിരുന്നു. ഈ ഭിംബേത്ക ഗുഹാചിത്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. പഠിക്കണം. ഭിംബേത്ക ഗുഹ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശാണ്. പ്രീവിയസ് ആയി ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഭിംബേക്ക ഗുഹ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ഭിംബേക്ക ഗുഹാചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ ഓർത്തിരിക്കുക. ഒന്നുകൂടി പറയാം, എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ചരിത്രാതീത കാലഘട്ടം എന്ന്. ചരിത്രാതീത കാലത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ചോദിച്ചാൽ അത് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു. ചരിത്രാതീത കാലത്തെ കുറിച്ചുള്ള തെളിവുകൾ നൽകിയ ഗുഹാചിത്രം ചോദിച്ചാൽ അത് ഭിംബേത്ക ഗുഹാചിത്രങ്ങളായിരുന്നു. ഇപ്പോ ഈ ഭിംബേക്ക ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ്. എവിടെയാണ്? മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ്. ചരിത്രത്തെ കുറിച്ചുള്ള തെളിവുകൾ നൽകുന്ന സ്രോതസ്സുകളാണ് പുസ്തകങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ, പഴയകാല നാണയങ്ങൾ. ഇത്രയും പഠിച്ചോളണേ. ചരിത്രത്തെ കുറിച്ചുള്ള തെളിവുകൾ നൽകുന്ന സ്രോതസ്സുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പുസ്തകങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നു, താളിയോലകൾ വഴി ലഭിക്കുന്നു, ശിലാലിഖിതങ്ങളിലൂടെ ലഭിക്കുന്നു, പഴയകാല നാണയങ്ങളിൽ നിന്നും ലഭിക്കുന്നു. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 200 വർഷത്തിലധികം പഴക്കമുള്ള കോട്ടയാണ് പാലക്കാട് കോട്ട. വീണ്ടും വരുന്നു പ്രീവിയസ് ചോദ്യം. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 200 വർഷത്തിലധികം പഴക്കമുള്ള കോട്ട ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് കോട്ടയാണ്. പാലക്കാട് കോട്ട പണി കഴിപ്പിച്ച അല്ലെങ്കിൽ പുതുക്കി പണിത വ്യക്തിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരലിയാണ്. പഠിക്കുക. പാലക്കാട് കോട്ട പണി കഴിപ്പിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഹൈദരലിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ചരിത്രത്തെ കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്ന സ്രോതസ്സുകൾ ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ വഴി ലഭിക്കുന്നു, താളിയോലകൾ വഴി ലഭിക്കുന്നു, ശിലാലിഖിതങ്ങൾ വഴി നമുക്ക് ലഭിക്കാറുണ്ട്, പഴയകാല നാണയങ്ങളിലൂടെയും നമുക്ക് പണ്ടുകാലത്തെ ചരിത്രത്തെ കുറിച്ചുള്ള തെളിവുകൾ ലഭിക്കാറുണ്ട്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 200 വർഷത്തിലധികം പഴക്കമുള്ള കോട്ടയാണ് പാലക്കാട് കോട്ട. പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത് ഹൈദരലിയാണ്. പ്രാചീന കാലത്ത് കേരളത്തിൽ നിന്നിരുന്ന ശവസംസ്കാര രീതികളായിരുന്നു മുനിയറകൾ, നന്നങ്ങാടികൾ, കുടക്കല്ല്. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതികൾ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മുനിയറകൾ, നന്നങ്ങാടികൾ, കുടക്കല്ല്. മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂരാണ്. മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂരാണ്. സുഹൃത്തുക്കൾ ചിത്രത്തിൽ ശ്രദ്ധിക്കുക. കണ്ടോ, ഇതാണ് മുനിയറ എന്ന് പറയുന്നത് കേട്ടോ. 3 കല്ല് വെച്ചിട്ട് അതിന്റെ മുകളിൽ മറ്റൊരു കല്ല് എന്താണ് കയറ്റി വെച്ചിരിക്കുന്നു. അപ്പൊ മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? മറയൂരാണ്. മുനിയറകൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിരിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയാണ്. മുനിയറകൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിരിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയാണ്. നന്നങ്ങാടികൾ കൂടുതലായി കണ്ടെത്തിയിരിക്കുന്ന കേരളത്തിലെ ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ്. നന്നങ്ങാടികൾ കൂടുതലായി കണ്ടെത്തിയിരിക്കുന്ന കേരളത്തിലെ ജില്ലകൾ ചോദിച്ചാൽ 2 ജില്ലകളാണ്. ഒന്ന് ഇടുക്കിയും ഒന്ന് വയനാടും. നന്നങ്ങാടി കണ്ടോ സുഹൃത്തുക്കളെ? ഇതുപോലെ ഇരിക്കട്ടെ, ഒരു ഭരണി പോലെ ഇരിക്കും. ഇതിനെയാണ് നന്നങ്ങാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയും വയനാട് ജില്ലയുമാണ്. അടുത്തിടെ നന്നങ്ങാടി കണ്ടെത്തിയ ഇടുക്കിയിലെ പ്രദേശം ചോദിച്ചാൽ അതാണ് നെടുങ്കണ്ടം. പഠിച്ചോളനെ. അടുത്തിടെ നന്നങ്ങാടി കണ്ടെത്തിയ ഇടുക്കിയിലെ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് നെടുങ്കണ്ടമാണ്. കുടക്കല്ല് കൂടുതലായി കണ്ടിരിക്കുന്ന കേരളത്തിലെ ജില്ല തൃശൂർ ജില്ലയിലെ ചേരമങ്ങാടാണ്. പഠിച്ചോളനെ. ഇതാണ് കേട്ടോ കുടക്കല്ല്. കണ്ടോ, ഒരു കുടയുടെ ഷേപ്പിൽ ഇരിക്കുന്ന കണ്ടോ
കുടക്കല്ല് കൂടുതലായി കണ്ടെത്തിയിരിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശൂർ ജില്ലയിലെ ചേരമനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എവിടെയാണ്? ചേരമനങ്ങാട്. മറക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതികൾ ചോദിച്ചാൽ മുനിയറകൾ, നന്നങ്ങാടികൾ, കുടക്കല്ല്. മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂരാണ്. മുനിയറകൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിരിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണ്. നന്നങ്ങാടികൾ കൂടുതലായി കണ്ടെത്തിയിരിക്കുന്ന കേരളത്തിലെ ജില്ലകൾ ചോദിച്ചാൽ 2 ജില്ലകൾ, ഇടുക്കിയും വയനാടും. അടുത്തിടെ നന്നങ്ങാടി കണ്ടെത്തിയ ഇടുക്കിയിലെ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് നെടുങ്കണ്ടമാണ്. കുടക്കല്ല് കൂടുതലായി കണ്ടെത്തിയിരിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് തൃശൂർ ജില്ലയിലെ ചേരമനങ്ങാടാണ്. എവിടെയാണ്? ചേരമനങ്ങാടാണ്. പഠിക്കുക. ലോകത്തിൽ പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. ലോകത്തിൽ പൊതുവായിട്ട് കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലത്തിനെ കൃത്യമായിട്ട് കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ BC അഥവാ ബിഫോർ ക്രൈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒത്തിരി തവണ PSC ചോദിച്ചതാണ്, പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ BC എന്ന് നമ്മൾ വിളിക്കുന്നു. യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തെ AD എന്നറിയപ്പെടുന്നു, അഥവാ അന്നോ ഡൊമിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താ അറിയപ്പെടുന്നത് AD എന്ന് വെച്ച് കഴിഞ്ഞാൽ? അന്നോ ഡൊമിനി എന്നാണ്. അപ്പോൾ ADയുടെ ഫുൾ ഫോം എന്താ സുഹൃത്തുക്കളെ? അന്നോ ഡൊമിനി എന്നാണ്. യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടമാണെങ്കിൽ അതിനെ AD എന്ന് നമ്മൾ വിളിക്കുന്നു. ADയുടെ പൂർണ്ണരൂപം എന്തെന്ന് ചോദിച്ചാൽ അത് അന്നോ ഡൊമിനി എന്നാണ്. ADയും BCയും ഇപ്പോൾ യഥാക്രമം CE അഥവാ കോമൺ ഇറ എന്നും BCയെ BCE അഥവാ ബിഫോർ കോമൺ ഇറ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ AD എന്നും BC എന്നും ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യഥാക്രമം യൂസ് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ ADക്ക് പകരം CE ആണ് യൂസ് ചെയ്യുന്നത്. CE എന്ന് വെച്ചാൽ കോമൺ ഇറ എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ BCക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് BCE ആണ്, അതായത് ബിഫോർ കോമൺ ഇറ എന്നുള്ളതുമാണ് കറന്റ്ലി ഉപയോഗിക്കുന്നത്. കൺഫ്യൂഷൻ വേണ്ട. ആദ്യകാലത്ത് കാലഗണനയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ADയും BCയും ആയിരുന്നു, അല്ലേ സുഹൃത്തുക്കളെ? ഈ ADയും BCയും മാറിയിട്ട് ഇപ്പൊ നമ്മൾ ADക്ക് പകരം ഉപയോഗിക്കുന്നതാണ് CE. അതുപോലെ BCക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് BCE എന്ന് പറയുന്നത്. ഇനി യവന്മാരെ 2 പേരുടെ എക്സ്പ്ലനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സിയുടെ എക്സ്പ്ലനേഷൻ എന്തെന്ന് ചോദിച്ചാൽ കോമൺ ഇറ എന്ന് പറയും. അതുപോലെ BCEയുടെ എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിഫോർ കോമൺ ഇറ എന്നുമാണ്. BCEയുടെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിഫോർ കോമൺ എറ എന്നുമാണ്. ഇത്രയേ ഉള്ളൂ ഇവിടെ പറഞ്ഞത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷമാണ്. പഠിച്ചോളനെ. പണ്ട് കാലത്ത് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ചോദിക്കാം. എക്സാം എളുപ്പമാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗത്ത് നിന്നൊക്കെ എടുത്ത് ചോദിക്കും. ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 100 വർഷമാണ്. AD 1 മുതൽ AD 100 വരെയുള്ള കാലഘട്ടമാണ് 1-ാം നൂറ്റാണ്ട്. AD 1 മുതൽ AD 100 വരെയുള്ള കാലഘട്ടമാണ് 1-ാം നൂറ്റാണ്ട് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇപ്പോഴുള്ള നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട്. പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇപ്പോഴുള്ള നൂറ്റാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് 21-ാം നൂറ്റാണ്ടാണ്. 1900 മുതൽ 2000 വരെ 20-ാം നൂറ്റാണ്ട്. 1900 മുതൽ 2000 വരെ അറിയപ്പെട്ടിരുന്നത് 20-ാം നൂറ്റാണ്ടെന്നാണ്. അതുപോലെ 1800 മുതൽ 1900 വരെ 19-ാം നൂറ്റാണ്ട് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1800 മുതൽ 1900 വരെ 19-ാം നൂറ്റാണ്ട് എന്നാണ് അറിയപ്പെട്ടത്. ഇങ്ങനെ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് PSC ചിലപ്പോൾ ഏതെങ്കിലും ഒരു വർഷം തന്നിട്ട് ഇത് ഏത് നൂറ്റാണ്ടിലാണ് നടന്നതെന്ന് ചോദിക്കും. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ 2000-ന് ശേഷം ഇപ്പോ നമ്മൾ ഉള്ള നൂറ്റാണ്ട് എന്ന് ചോദിച്ചാൽ അത് 21-ാം നൂറ്റാണ്ടാണ്. 1900 മുതൽ 2000 വരെ നടന്ന ഇന്ത്യയിലും ലോകത്തും നടന്ന എല്ലാ സംഭവങ്ങളും 20-ാം നൂറ്റാണ്ടിൽ നടന്നതാണ്. അതുപോലെ 1800 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തില് നമ്മുടെ ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം 19-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവങ്ങളാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ PSC പണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ആ ഭാഗം പഠിച്ചിരിക്കണം. നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. 2-ാമത്തെ അധ്യായമാണ് കല്ലിൽ നിന്നും ലോഹത്തിലേക്ക്. കല്ലിൽ നിന്നും ലോഹത്തിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ 2-ാമത്തെ അധ്യായം. അതിൽ എന്തൊക്കെ PSC ചോദ്യങ്ങൾ ഒളിച്ചു കിടക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കല്ലിൽ നിന്നും ലോഹത്തിലേക്ക്. കല്ല് ആയുധമാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ശിലായുഗ കാലഘട്ടം. കല്ല് ആയുധമാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ശിലായുഗ കാലഘട്ടം. ആയുധ നിർമ്മാണത്തിന്, ഉപകരണ നിർമ്മാണത്തിനും മനുഷ്യർ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം പ്രാചീന ശിലായുഗം. PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്.
ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. ആയുധ നിർമ്മാണത്തിന്, ഉപകരണ നിർമ്മാണത്തിനും ആദ്യകാല മനുഷ്യർ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ആ കാലഘട്ടം അറിയപ്പെട്ടിരുന്ന പേരാണ് പ്രാചീന ശിലായുഗം. ആ കാലത്തുണ്ടായിരുന്ന മനുഷ്യര് അവിടെ എവിടെയും കിടക്കുന്ന കല്ലുകൾ കാണും, അവ മൂർച്ചയുണ്ടോ ഇല്ലയെന്നും അവർ നോക്കത്തില്ല. ഏകദേശം ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് ആയുധ നിർമ്മാണമൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാലും അവരെന്ത് ചെയ്യും? ഈ കൂർത്ത കല്ലുകൾ പറക്കിയിട്ട് അവർ അത് ഉപയോഗിച്ച് വേട്ടയാടുന്നതിനും അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു കേട്ടോ. അപ്പോ മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം പ്രാചീന ശിലായുഗം. മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാചീന ശിലായുഗമാണ്. PSCയുടെ പ്രീവിയസ് ചോദ്യം പിന്നെയും വന്നിരിക്കുന്നു. മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ചോദിച്ചാൽ അത് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കല്ല് ആയുധമാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ശിലായുഗ കാലഘട്ടമാണ്. ആയുധ നിർമ്മാണത്തിനും ഉപകരണ നിർമ്മാണത്തിനും മനുഷ്യർ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടം ചോദിച്ചാൽ അത് പ്രാചീന ശിലായുഗമാണ്. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്ക് നോക്കുക, കണ്ടോ, ഇതാണ് കേട്ടോ പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ. കണ്ടോ, അവയ്ക്ക് വ്യക്തമായ ഒരു ആകൃതിയൊന്നുമില്ല, പക്ഷേ കൂർത്തതാണോ എങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? അതിനെ ആയുധത്തിനും അതുപോലെ തന്നെ ഉപകരണങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിച്ചിരുന്നു. മനുഷ്യൻ തീ ഉപയോഗിക്കുവാൻ തുടങ്ങിയ കാലഘട്ടം പ്രാചീന ശിലായുഗം. മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാചീന ശിലായുഗമാണ്. പഠിക്കുക. പരുക്കൻ കല്ലുകളെ മിനുസപ്പെടുത്തിയും മൂർച്ച കൂട്ടിയും ആയുധങ്ങളും ഉപകരണങ്ങളും മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടമാണ് നവീന ശിലായുഗം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ചോദ്യം. പരുക്കൻ കല്ലുകളെ മിനുസപ്പെടുത്തിയും മൂർച്ച കൂട്ടിയും ആയുധങ്ങളും ഉപകരണങ്ങളും മനുഷ്യൻ നിർമ്മിച്ചു തുടങ്ങിയ കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് നവീന ശിലായുഗം. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആദ്യകാലത്തെ മനുഷ്യർക്ക് ഏകദേശം ഒരു ഷേപ്പ് ഉണ്ടായിരുന്ന കല്ല് മതി. അതവരെന്ത് ചെയ്തു? ആയുധമായിട്ടും അതുപോലെ തന്നെ ഉപകരണങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിച്ചിരുന്നു. അതിന് നമ്മൾ വിളിച്ചിരുന്നതാണ് പ്രാചീന ശിലായുഗം എന്ന്. എന്നാൽ പരുക്കൻ കല്ലുകളെ ഒന്ന് മിനുസപ്പെടുത്തിയും അവയുടെ മൂർച്ച കൂട്ടിയും ആയുധങ്ങളും ഉപകരണങ്ങളും മനുഷ്യൻ ഉണ്ടാക്കാൻ തുടങ്ങി ആ കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് നവീന ശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ത് പേരിലാണ്? നവീന ശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. നവീന ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിലെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിരിക്കണം. കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. കൃഷി ആരംഭിക്കുന്നത് നവീന ശിലാ കാലഘട്ടത്തിലാണ്. അപ്പൊ അതിനു മുമ്പ് വരെ മനുഷ്യൻ വേട്ടയാടിയായിരുന്നു കേട്ടോ ജീവിച്ചിരുന്നത്. മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടിയായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ നവീന ശിലായുഗ കാലഘട്ടം എത്തിയതോടുകൂടി മനുഷ്യൻ കൃഷി എന്ന് പറയുന്നത് ആരംഭിച്ചു. വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി, മനുഷ്യന് വേണ്ടിയിട്ട് അവര് വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളെ ഇണക്കി വളർത്തുവാൻ തുടങ്ങി നവീന ശിലായുഗ കാലഘട്ടത്തില്. മൃഗങ്ങളെ ഇണക്കി വളർത്തുവാൻ തുടങ്ങി നവീന ശിലായുഗ കാലഘട്ടത്തില്. അതുപോലെ തന്നെ മൺപാത്ര നിർമ്മാണം ആരംഭിച്ചത് നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. മൺപാത്ര നിർമ്മാണം ആരംഭിച്ചത് നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, നവീന ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. വാസസ്ഥലങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കി തുടങ്ങിയത് നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. അതുവരെ മനുഷ്യൻ എവിടെയും ചോദിച്ചാൽ വല്ല ഗുഹകൾക്കുള്ളിലോ അല്ലെങ്കിൽ വലിയ മരപ്പൊത്തുകൾക്കുള്ളിലോ മനുഷ്യൻ വസിച്ചിരുന്നത്. അപ്പോ കൃത്യമായ ഒരു വാസസ്ഥലം മനുഷ്യൻ ഉണ്ടാക്കി തുടങ്ങിയത് നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ അതുവരെ വേട്ടയാടിയിരുന്ന മൃഗങ്ങളെ ഇണക്കി വളർത്തുവാൻ തുടങ്ങിയതും നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് കേട്ടോ. മൃഗങ്ങളെ ഇണക്കി വളർത്തുവാൻ തുടങ്ങിയതും നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കളും ജലവും സംഭരിച്ചു വെക്കുന്നതിന് വേണ്ടിയും മൺപാത്ര നിർമ്മാണം ആരംഭിച്ചതും നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. ഭക്ഷണ വസ്തുക്കളും അതുപോലെ ജലവും സംഭരിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് മൺപാത്ര നിർമ്മാണം ആരംഭിച്ചതും നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. പഠിക്കുക. നവീന ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കണ്ടോ സുഹൃത്തുക്കളെ. അപ്പോ അവര് സാധാരണ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കല്ലുകളെ അല്ലെങ്കിൽ ശിലകൾ ഉപയോഗിച്ചിട്ട് അതിന്റെ മൂർച്ച കൂട്ടി അവരെന്ത് ചെയ്തു? ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കുക. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോകം ചെമ്പാണ്. ചെമ്പിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് താമ്രം എന്നറിയപ്പെടും കേട്ടോ. അങ്ങോട്ട് വരുമ്പോൾ നമുക്കിത് ഉപയോഗം വരും. ഈ താമ്രം എന്നുള്ള പേരങ്ങ് പഠിച്ചു വെച്ചേക്കണേ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയ ലോഹം ചോദിച്ചാൽ അത് ചെമ്പാണ്. ചെമ്പിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? താമ്രം എന്നായിരുന്നു. മനുഷ്യൻ ശിലകൾക്ക് പകരം ചെമ്പ് ഉപയോഗിക്കുവാൻ തുടങ്ങിയതിന് കാരണം കൂടുതൽ മൂർച്ച കൂട്ടുവാൻ കഴിയും ചെമ്പിന്. അതുപോലെ തന്നെ വളരെ വേഗം രൂപാന്തരം മാറ്റുവാനും കഴിയും ചെമ്പിന്. അതുപോലെ തന്നെ ശിലകളെ അപേക്ഷിച്ച് സൗകര്യപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്നു. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ശിലകൾക്ക് പകരം ചെമ്പിനെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പഠിച്ചോളനെ. ഇപ്പോഴത്തെ PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. മനുഷ്യൻ ശിലകൾക്ക് പകരം ചെമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ
കൂടുതൽ മൂർച്ച കൂട്ടുവാൻ കഴിയുന്നു ചെമ്പിന്. അതുപോലെ തന്നെ വളരെ വേഗം രൂപം മാറ്റുവാൻ കഴിയുന്നു ചെമ്പിന്. അതുപോലെ തന്നെ ശിലകളെ അപേക്ഷിച്ച് സൗകര്യപ്രദമായിട്ട് ചെമ്പ് ഉപയോഗിക്കുവാനും കഴിയുന്നു. ചെമ്പ് കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് താമ്രശിലായുഗം. മറക്കരുത്, ചെമ്പ് കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെട്ടിരുന്ന പേരാണ് താമ്രശിലായുഗം എന്നുള്ളത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചിരുന്ന ലോഹം ചോദിച്ചാൽ അത് ചെമ്പാണ്. താമ്രം എന്നറിയപ്പെടുന്നത് ആരും ചോദിച്ചാൽ അത് ചെമ്പാണ്. മനുഷ്യൻ ശിലകൾക്ക് പകരം ചെമ്പ് ഉപയോഗിക്കാനുള്ള കാരണം ചോദിച്ചാൽ കൂടുതൽ മൂർച്ച കൂട്ടുവാൻ കഴിയുന്നു ചെമ്പിന്, വളരെ വേഗം രൂപമാറ്റം വരുത്തുവാൻ കഴിയുന്നു ചെമ്പിന്. അതുപോലെ തന്നെ ശിലകളെ അപേക്ഷിച്ച് ചെമ്പ് സൗകര്യപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്നു. ചെമ്പ് കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് താമ്രശിലായുഗം. പഠിച്ചോളെ എന്താണ് താമ്രശിലായുഗം. ഈയത്തിന്റെ കണ്ടെത്തലോടുകൂടി ഈയവും ചെമ്പും ചേർത്ത് ചെമ്പിനേക്കാൾ കാഠിന്യമുള്ള വെങ്കലം, അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്, ഓടെന്നാണ്, നിർമ്മിച്ചു. ഇതിനെ വെങ്കല യുഗം എന്നറിയപ്പെടുന്നു. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് PSC, പ്രീവിയസ് ചോദ്യമാണ്. ഈയത്തിന്റെ കണ്ടെത്തലോടുകൂടി ഈയവും ചെമ്പും ചേർത്ത് ചെമ്പിനേക്കാൾ കാഠിന്യമുള്ള വെങ്കലം ആദ്യമ മനുഷ്യർ നിർമ്മിച്ചു. അത് വെങ്കലം, അല്ലെങ്കിൽ അവന്റെ മറ്റൊരു പേരെന്താണ്, ഓടെന്നാണ്. ഇതിനെ വെങ്കല യുഗം എന്നറിയപ്പെടുന്നു. നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചത് വെങ്കല യുഗത്തിലാണ്. പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് പോയിന്റ്. നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചത് വെങ്കല യുഗത്തിലാണ്. വെങ്കല യുഗത്തിൽ പ്രധാനമായും ഉണ്ടായ മാറ്റങ്ങൾ, മനുഷ്യനുണ്ടായ മാറ്റങ്ങൾ എന്തെന്ന് ചോദിച്ചാല് എഴുത്തുവിദ്യ ആരംഭിച്ച കാലഘട്ടം വെങ്കലയുഗ കാലഘട്ടം. എഴുത്തുവിദ്യ ആരംഭിച്ച കാലഘട്ടം വെങ്കലയുഗ കാലഘട്ടം. കൃഷി മെച്ചപ്പെടുകയും കാർഷിക ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്തു വെങ്കലയുഗത്തില്. വെങ്കലയുഗത്തിൽ വെച്ചിട്ട് കൃഷി മെച്ചപ്പെടുകയും കാർഷിക ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്തു. നദീതടങ്ങളിൽ ഫലപുഷ്ടിയുള്ള മണ്ണും ജലത്തിന്റെ സാന്നിധ്യവും ഇതിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു. കൃഷി എങ്ങനെ മെച്ചപ്പെട്ടെന്ന് ചോദിച്ചാല് നദീതടങ്ങളില് ഫലപുഷ്ടിയായ മണ്ണുണ്ടായിരുന്നു. ആ മണ്ണിലേക്ക് നദികളിലെ ജലം വെങ്കലം കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് മനുഷ്യനെ എത്തിക്കുവാൻ കഴിഞ്ഞു. ആ ജലം ഉപയോഗിച്ച് ധാരാളം കൃഷി നടത്തുവാനും കഴിഞ്ഞു. അതോടുകൂടി കൃഷി മെച്ചപ്പെടുകയും ചെയ്തു. അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുവാൻ തുടങ്ങിയത് വെങ്കല കാലയുഗത്തിലാണ്. പഠിക്കുക, അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ സംഭരിക്കുവാൻ തുടങ്ങിയത് വെങ്കലയുഗ കാലഘട്ടത്തിലാണ്. കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടത് വെങ്കല കാലഘട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ വെങ്കലയുഗ കാലഘട്ടത്തിലായിരുന്നു. കാർഷിക വിഭവങ്ങൾ ഒരുപാടുണ്ടായി. കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ പൊതുസ്ഥലങ്ങളിൽ ഒത്തുചേർന്നു. അങ്ങനെ പൊതുസ്ഥലങ്ങൾ എന്ത് ചെയ്തു, രൂപപ്പെടുന്നു. അങ്ങനെ വെങ്കല യുഗത്തിലാണ് ആദ്യമായിട്ട് കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടത്. പുതിയ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ചത് വെങ്കലയുഗ കാലഘട്ടത്തിലാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, പുതിയ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ചത് വെങ്കലയുഗ കാലഘട്ടത്തിലാണ്. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ, ഈയത്തിന്റെ കണ്ടെത്തലോടുകൂടി ഈയവും ചെമ്പും കൂടി ചേർത്ത് ചെമ്പിനേക്കാൾ കാഠിന്യമുള്ള വെങ്കലം അല്ലെങ്കിൽ ഓട് നിർമ്മിച്ചു. ഏതാണ്, വെങ്കലയുഗ കാലഘട്ടത്തില്. നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചത് വെങ്കലയുഗത്തിലാണ്. വെങ്കലയുഗത്തിൽ പ്രധാനമായും മനുഷ്യനുണ്ടായ മാറ്റങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് എഴുത്തുവിദ്യ ആരംഭിച്ച കാലഘട്ടം വെങ്കലയുഗ കാലഘട്ടം. കൃഷി മെച്ചപ്പെടുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു വെങ്കലയുഗ കാലഘട്ടത്തിൽ. നദീതടങ്ങളിൽ ഫലപുഷ്ടിയുള്ള മണ്ണും ജലത്തിന്റെ സാന്നിധ്യവും ഇതിന്റെ ആക്കം കൂട്ടി. എന്തിന്റെ, കൃഷി മെച്ചപ്പെടുന്നതിന്റെ ആക്കം കൂട്ടി. അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുവാൻ തുടങ്ങിയത് വെങ്കലയുഗ കാലഘട്ടത്തിലാണ്. കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടത് വെങ്കലയുഗ കാലഘട്ടത്തിലാണ്. പുതിയ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ചതും വെങ്കലയുഗ കാലഘട്ടത്തിലാണ്. പഠിക്കുക, കാർഷിക മേഖലയിലെ ഈ വളർച്ച മറ്റു മേഖലകളുടെ രൂപീകരണത്തിന് കാരണമായി. അത് ഏതൊക്കെ മേഖലയാണെന്ന് കൃത്യമായി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് പഠിച്ചേ പറ്റൂ. നമുക്ക് നോക്കാം, കാർഷിക മേഖലയിൽ ഉണ്ടായ വെങ്കല കാലഘട്ടത്തിലെ പുരോഗതി മറ്റേതൊക്കെ മേഖലയിലെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് ചോദിച്ചാല് ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, ആയുധ നിർമ്മാണം, കന്നുകാലി വളർത്തൽ, ആഭരണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറയാം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. ആഭരണങ്ങൾ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. സുഹൃത്തുക്കൾ, ചിത്രത്തിൽ ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ മേഖലകളും കാർഷിക മേഖലയോടൊപ്പം വളർന്നതാണ് കേട്ടോ. ഒന്നുകൂടി പറയാം, കാർഷിക മേഖലയിൽ ഉണ്ടായ വളർച്ച മറ്റു മേഖലകളിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്തു, കൂടുതൽ വളരുന്നതിന് കാരണമാക്കി. അപ്പൊ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇഷ്ടികയുടെ നിർമ്മാണം, തുണി നെയ്ത്ത് നിർമ്മാണം,
തുണി നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, ആയുധ നിർമ്മാണം, കന്നുകാലി വളർത്തൽ, ആഭരണവും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലും എന്ത് ചെയ്തു? വളർച്ചയുണ്ടായി. ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന വെങ്കലയുഗ കാലഘട്ടത്തില്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇരുമ്പ് യുഗവും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള ബന്ധം. ഒരുപാട് തവണ PSC ചോദിക്കുന്ന പല ചോദ്യങ്ങളിലൂടെ നമ്മൾ കയറി ഇറങ്ങി പോകും കേട്ടോ ഈ മേഖലയിൽ. അതുകൊണ്ട് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ഇരുമ്പ് യുഗവും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള ബന്ധം. പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നതായിരുന്നു തമിഴകം എന്ന്. പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ മുഴുവൻ അറിയപ്പെട്ടിരുന്ന പേരാണ് തമിഴകം. പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്ന കുഴികൾക്ക് മുകളിൽ വിവിധ രൂപത്തിലുള്ള വലിയ പാറക്കല്ലുകൾ വെച്ചിരുന്നു. ഇവയെ മഹാശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേരാണ് നാട്ടുകല്ല്. പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്ന കുഴികൾക്ക് മുകളിൽ വിവിധ രൂപത്തിലുള്ള വലിയ പാറക്കല്ലുകൾ വെച്ചിരുന്നു. ഇവയെ മഹാശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ നാട്ടുകല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, കുടക്കല്ല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ല. അത് തന്നെയാണ് കേട്ടോ സംഭവം. മഹാശിലാ കാലഘട്ടത്തെ പറ്റി അറിവുകൾ ഇത്തരം കുഴിമാടങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. മഹാശിലായുഗ കാലഘട്ടത്തെ പറ്റി അറിവുകൾ ഇത്തരം കുഴിമാടങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരുന്നത്. അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ധാന്യ അവശിഷ്ടങ്ങൾ എന്നിവ ഇത്തരം കുഴിമാടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ധാന്യാവശിഷ്ടങ്ങൾ എന്നിവ ഇത്തരം കുഴിമാടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രാചീന തമിഴക ജനജീവിതത്തെ കുറിച്ച് അറിവുകൾ ലഭിച്ചിരുന്നത് പഴന്തമിഴ് പാട്ടുകളിൽ നിന്നും അതുപോലെ തന്നെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നുമാണ്. പ്രാചീന തമിഴക ജീവിതത്തെ കുറിച്ച് അറിവുകൾ ലഭിച്ചിരുന്നത് പഴന്തമിഴ് പാട്ടുകളിൽ നിന്നും മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നുമായിരുന്നു. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്, സംഘകാല കൃതികൾ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് സംഘകാല കൃതികൾ. മധുര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു പാണ്ഡ്യ രാജവംശം. മധുര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു പാണ്ഡ്യ രാജവംശം. സാഹിത്യകാരന്മാരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജവംശം പാണ്ഡ്യ രാജവംശം. സാഹിത്യകാരന്മാരെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജവംശം എന്ന് ചോദിച്ചാൽ അക്കാലത്ത് ആരായിരുന്നു? പാണ്ഡ്യ രാജവംശമായിരുന്നു. പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തോടെ പ്രാചീന തമിഴകത്തുണ്ടായിരുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയാണ് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടത്. പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തോടെ പ്രാചീന തമിഴകത്തുണ്ടായിരുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ അറിയപ്പെട്ടിരുന്ന പേരാണ് സംഘം. ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ട പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ പഠിക്കണം. ഇതാണ് PSC ചോദിക്കുന്നത്. പത്തുപാട്ട്, പതിറ്റുപത്ത്, അകനാണൂറ്, പുറനാണൂറ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പ്രാചീന തമിഴക ജനജീവിതത്തെ കുറിച്ച് അറിവുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ചോദിച്ചാല് പഴന്തമിഴ് പാട്ടിൽ നിന്നും അതുപോലെ തന്നെ മഹാശിലാ സ്മാരകങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞത് സംഘകാല കൃതികളെ പറ്റിയാണ്. മധുര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു പാണ്ഡ്യ രാജവംശം. സാഹിത്യകാരന്മാരെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജവംശം പാണ്ഡ്യ രാജവംശം. പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തോടെ പ്രാചീന തമിഴകത്തുണ്ടായിരുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയെ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ട പ്രധാന കൃതികളാണ് പത്തുപാട്ട്, പതിറ്റുപത്ത്, അകനാണൂറ്, പുറനാണൂറ്. ഇത്രയും സുഹൃത്തുക്കളെ പഠിക്കുക. കേരളത്തിൽ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലപ്പേരുകൾ തിണകളിൽ നിന്നും രൂപപ്പെട്ടതാണ് എന്ന് കരുതപ്പെടുന്നു. ഇത് പഠിച്ചോളണേ. കേരളത്തിലെ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് എന്നീ പ്രദേശങ്ങള് തിണകളിൽ നിന്ന് രൂപപ്പെട്ടതായി കരുതപ്പെടുന്നു, അല്ലെ? കേരളത്തിൽ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലപ്പേരുകൾ തിണകളിൽ നിന്നും രൂപപ്പെട്ടതായി കരുതപ്പെടുന്നു. കേരളത്തിലെ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് എന്നീ പ്രദേശങ്ങള് അല്ലെങ്കിൽ സ്ഥലപ്പേരുകള് തിണകളിൽ നിന്നും രൂപപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നു. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ മുല്ലശ്ശേരിയിലെ മുല്ല എന്ന് പറയുന്നത് ഒരു തിണയാണ്, മരുതൂരിലെ മരുതം എന്ന് പറയുന്നത് തിണയാണ്, പാലക്കാടിലെ പാല എന്ന് പറയുന്നതും ഒരു തിണയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലപ്പേരുകള് തിണകളിൽ നിന്ന് രൂപപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നു. കുറിഞ്ചി പ്രദേശത്ത് കൂടുതലായി കൃഷി ചെയ്യുന്ന വിള കുരുമുളകാണ്. പ്രീവിയസ് ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട്. കുറിഞ്ചി പ്രദേശത്ത് അക്കാലത്ത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന വിള എന്ന് ചോദിച്ചാൽ അത് കുരുമുളകായിരുന്നു. വിദേശികളെ തെക്കേ ഇന്ത്യയുടെ തീരങ്ങളിൽ എത്തിച്ചതിന് പ്രധാന കാരണം കുരുമുളകാണ്. വിദേശികളെ തെക്കേ ഇന്ത്യയുടെ തീരങ്ങളിലേക്ക് എത്തിച്ചതിന്റെ പ്രധാന കാരണം കുരുമുളകാണ്. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഇത് ഏത് കൃതിയുടെ ഭാഗമാണ്? പുറനാനൂറിന്റെ ഭാഗമാണ്. പ്രീവിയസ് ചോദ്യം ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചേയുള്ളേ. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി.
ഇങ്ങനെ ആരംഭിക്കുന്നത് ഏത് കൃതിയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് പുറനാനൂറിന്റെ ഭാഗമാണ്. ഏതിന്റെ സുഹൃത്തുക്കളെ? പുറനാനൂറിന്റെ ഭാഗമാണ്. പഠിക്കുക. അടുത്തതാണ് നമ്മൾ തിണകളുടെ പ്രത്യേകതയാണ് നോക്കാൻ പോകുന്നത്. തിണകളിൽ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. തിണകളിലെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു. തിണകളിലെ കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു. പ്രതിഫലമായി ധാരാളം സ്വർണം ലഭിച്ചിരുന്നു. കടൽ വഴി വരുന്ന വ്യാപാര ബന്ധങ്ങൾ കൂടുതലായിരുന്നു. കുരുമുളകിന് പുറകെ മറ്റു സാധനങ്ങൾ തേടിയും ആവശ്യക്കാരെത്തിയിരുന്നു. അപ്പോൾ തിണകളുടെ പ്രത്യേകത ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. തിണകളിൽ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു. പ്രതിഫലമായി ധാരാളം സ്വർണം തിണകളിലുള്ളവർക്ക് ലഭിച്ചിരുന്നു. കടൽ വഴി വരുന്ന വ്യാപാര ബന്ധങ്ങൾ കൂടുതലായിരുന്നു. തിണകളുമായിട്ട് കുരുമുളകിന് പുറമെ മറ്റു സാധനങ്ങൾ തേടിയും ആവശ്യക്കാർ എവിടെ എത്തി? തിണകളെ തേടിയെത്തി നമ്മുടെ ഇന്ത്യയില്. അതുകൊണ്ട് ഈ ഭാഗം സുഹൃത്തുക്കൾ. അടുത്തതാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു സംസ്കാരം, നമ്മുടെ സ്വന്തം ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട PSCയുടെ മേഖലയാണ്. നമുക്ക് പഠിക്കാം. സിന്ധു നദിയുടെ തീരത്ത് രൂപം കൊണ്ട സംസ്കാരം ഹാരപ്പൻ സംസ്കാരം. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. PSCയുടെ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. സിന്ധു നദിയുടെ തീരത്ത് രൂപം കൊണ്ട സംസ്കാരം ഹാരപ്പൻ സംസ്കാരം. ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി സ്ഥിതി ചെയ്യുന്ന സംസ്കാരം ചോദിച്ചാൽ അത് ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഹാരപ്പൻ സംസ്കാരം ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ കിടക്കുവാണ്? നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാന്റെയും ഭാഗമായി സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് ഹാരപ്പൻ സംസ്കാരം സ്ഥിതി ചെയ്യുന്നത്. മറ്റു സംസ്കാരത്തിൽ നിന്നും ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹാരപ്പൻ സംസ്കാരത്തിന് നഗരാസൂത്രണത്തിന് അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. മറ്റു സംസ്കാരങ്ങളിൽ നിന്നും ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ എന്തെന്നൊക്കെയെന്ന് ചോദിച്ചാല് ഹാരപ്പൻ സംസ്കാരകര് നഗരാസൂത്രണത്തില് അതീവ ശ്രദ്ധ ചെലുത്തിയവരായിരുന്നു. എന്തിലായിരുന്നു? നഗരാസൂത്രണത്തിന് ഹാരപ്പൻ സംസ്കാരത്തിലുള്ള മനുഷ്യര് അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അഴുക്കുചാലുകൾ നിർമ്മിച്ചിരുന്നു. ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു അവർക്ക്. കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ ഉണ്ടായിരുന്നു അവർക്ക്. ഇത്രയും പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുള്ളതാണ്. തെരുവിളക്കുകൾ ഉണ്ടായിരുന്നു ഹാരപ്പ സംസ്കാര ജനതകൾക്ക്. അവർക്ക് കൃത്യമായ അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നു. ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ ഉണ്ടായിരുന്നു ഹാരപ്പൻ സംസ്കാരക്കാർക്ക്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഹാരപ്പൻ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിന്ധു നദിയുടെ തീരത്ത് രൂപം കൊണ്ട സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഇന്നത്തെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗമായി സ്ഥിതി ചെയ്യുന്ന സംസ്കാരം ചോദിച്ചാൽ അത് ഹാരപ്പൻ സംസ്കാരമാണ്. മറ്റു സംസ്കാരങ്ങളിൽ നിന്നും ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹാരപ്പൻ സംസ്കാരം നഗരാസൂത്രണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു. എന്തിലാ ശ്രദ്ധ ചെലുത്തിയിരുന്നത്? നഗരാസൂത്രണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഹാരപ്പൻ സംസ്കാര ജനതകൾക്ക് സ്വന്തമായി തെരുവുകൾ ഉണ്ടായിരുന്നു. അവർക്ക് കൃത്യമായ അഴുക്കുചാല് സംവിധാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡ്രെയിനേജ് സംവിധാനം ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായി ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ ഉണ്ടായിരുന്നു. ഈ ഭാഗം വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ഇവയിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഹാരപ്പ സംസ്കാരത്തിന്റെ എഴുത്തുവിദ്യകൾ അറിയാമായിരുന്നുവെങ്കിലും ഇപ്പോഴും അത് തർജ്ജിമ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അൺനോൺ ആണ് കേട്ടോ. ഹാരപ്പ സംസ്കാരത്തിലെ എഴുത്തുവിദ്യകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും നമുക്ക് അതിനെ തർജ്ജിമ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോഴും ഒരു അൺനോൺ ആയി തന്നെ തുടരുകയാണ് ഹാരപ്പ സംസ്കാരത്തിലെ എഴുത്തുവിദ്യ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്ന പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു മോഹൻജദാരോ, ഹാരപ്പ, കാലിബഹൻ, ലോഥല്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്ന പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങൾ ചോദിച്ചാൽ മോഹൻജദാരോ, ഹാരപ്പ, കാലിബഹൻ, അതുപോലെ തന്നെ ലോഥല് പഠിക്കുക. അതുപോലെ തന്നെ ഹാരപ്പ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് മഹാസ്നാനഘട്ടം. മഹാസ്നാനഘട്ടം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഹാരപ്പൻ സംസ്കാരം, അത് തന്നെ പ്രത്യേകിച്ച് മോഹൻജദാരോയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് മഹാസ്നാനഘട്ടം. എന്നാലും ഒന്ന് ഓടിച്ചു പറയാം സുഹൃത്തുക്കളെ, ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശേഷിപ്പുകൾ എന്നറിയപ്പെടുന്നത് മഹാസ്നാനഘട്ടമാണ്. ഹാരപ്പ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശേഷിപ്പുകൾ എന്നറിയപ്പെടുന്നത് മഹാസ്നാനഘട്ടമാണ്. മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് മോഹൻജദാരോയിലാണ്. മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു? മോഹൻജദാരോയിലായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹാരപ്പ സംസ്കാരത്തിന് എഴുത്തുവിദ്യകൾ അറിയാമായിരുന്നുവെങ്കിലും അത് ഇതുവരെയും നമുക്ക് തർജ്ജിമ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതൊരു അൺനോൺ ആയി തന്നെ തുടരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്ന പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത്
മോഹൻജദാരോയാണ്, ഹാരപ്പ, കാലിബഹൻ, ലോഥൽ എന്നിവയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് മഹാസ്നാനഘട്ടത്തെ കുറിച്ചാണ്. ഹാരപ്പ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്ന് എന്ന് ചോദിച്ചാൽ അത് മഹാസ്നാനഘട്ടമാണ്. അതുപോലെ തന്നെ മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് മോഹൻജദാരോയിലാണ്. പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തു കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾ എത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.